ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ എൻട്രി എല്ലാ കാലത്തും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. വടകരയിൽ പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പിലിന്റെ എൻട്രി പോലെ ശ്രദ്ധേയമായ ഒരു എൻട്രി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. അത് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ എൻട്രിയാണ്. കൃഷ്ണകുമാർ പ്രചരണത്തിന്റെ ഭാഗമായി SFI ഭരിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് കയറുകയും അദ്ദേഹത്തെ അവർ തടയുകയും ചെയ്യുന്നു. ശക്തമായ ഒരു സംഘർഷം അവിടെ നടക്കുന്നു. ഒടുവിൽ കൃഷ്ണകുമാർ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളായിരുന്നു ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമാകുന്ന കൃഷ്ണകുമാറിനെ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള കമന്റുകളോടുകൂടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണകുമാർ വേദിയിൽ പറഞ്ഞത് വളരെ കൃത്യമായ വാക്കുകളായിരുന്നു. മുകേഷും പ്രേമചന്ദ്രനും ഞാനുമൊക്കെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് പ്രചരണ പരിപാടിയിൽ സജീവമായി നിൽക്കുന്നവരുമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഈ സംഘർഷത്തിൽ കാര്യമായി പരിക്കേറ്റാൽ അതിൽ സങ്കടമുണ്ടാകുകയോ അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടത് ഞങ്ങളായിരിക്കില്ല, നിങ്ങളുടെ വീട്ടുകാർ തന്നെയായിരിക്കും. അതുകൊണ്ട് കലാലയത്തിൽ വരുന്നത് പഠിക്കാനാണെന്നുള്ള ബോധ്യമുണ്ടാകണം. പഠിക്കുക, പഠിച്ചതിന് ശേഷം സന്തോഷകരമായി പിരിയുക, അല്ലാതെ സംഘർഷത്തിന് മുതിരാതിരിക്കുക എന്ന വളരെ മനോഹരമായ ഒരു സന്ദേശം SFI പ്രവർത്തകർക്കടക്കമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകിയതോടുകൂടി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ എൻട്രി ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കൊല്ലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി താരപ്രഭയുള്ള M മുകേഷ് എത്തുന്നു. നിരന്തരമായി കൊല്ലത്തെ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്ന NK പ്രേമചന്ദ്രൻ UDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ആര്? അത് വലിയൊരു ചോദ്യമായിരുന്നു. കൊല്ലത്തെ പല ചർച്ചകളിലും BJP അനുഭാവികൾക്ക് മറുപടി നൽകുവാൻ കഴിയാത്ത തരത്തിലേക്ക് ഉത്തരം മുട്ടിച്ച ഒരു കാര്യമായിരുന്നു കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി എന്നത്. എന്തുകൊണ്ട് കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നില്ല? അതിൽ സംഘടനാപരമായ അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ വയനാട്ടിലും ആലത്തൂരിലും കൊല്ലത്തുമൊക്കെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് അവസാന ഘട്ടത്തിലായിരുന്നു. കൊല്ലത്ത് ആര് മത്സരിക്കാൻ വരണം എന്ന ജനങ്ങളുടെ അഭിപ്രായം തേടിയപ്പോൾ അവർ പറഞ്ഞത് പല പേരുകളായിരുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ശശി തരൂരിനെതിരായി മത്സരിച്ച കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവർ നിരവധിയായിരുന്നു. അല്ല, സന്ദീപ് വചസ്പതി എന്ന BJPയുടെ സ്പോക്ക് പേഴ്സൺ കൊല്ലത്തെ സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവസാന ഘട്ടം വരെ സന്ദീപ് വചസ്പതിയുടെയും കുമ്മനം രാജശേഖരന്റെയും ഒക്കെ പേര് അങ്ങനെ നിലനിന്നിരുന്നുവെങ്കിൽ പോലും കൃഷ്ണകുമാറിന്റെ പേര് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. അങ്ങനെ കൃഷ്ണകുമാറിനെ NDA സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയായി ഏത് തരത്തിൽ അവതരിപ്പിക്കണം എന്ന ചർച്ച കാര്യമായി BJP പാളയങ്ങളിൽ നടക്കുമ്പോഴാണ് SFI തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന് വളരെ മനോഹരമായ ഒരു എൻട്രി നൽകുന്നത്. കൊല്ലത്ത് കൃഷ്ണകുമാർ അങ്ങനെ സുപരിചിതനായിരുന്നില്ല, അതായത് രാഷ്ട്രീയപരമായി സുപരിചിതനായിരുന്നില്ല. അദ്ദേഹത്തെ സിനിമാ സീരിയൽ നടൻ എന്ന തരത്തിലൊക്കെ ജനങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ നിലപാടുകളെ പറ്റി കൊല്ലംകാർക്ക് അത്ര വ്യക്തമായി അറിയില്ല. ആ സാഹചര്യത്തിലാണ് തന്റെ രാഷ്ട്രീയ നിലപാടും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുമൊക്കെ വ്യക്തമാക്കി കലാലയങ്ങളിൽ സജീവമാകാൻ കൃഷ്ണകുമാറിന് SFI ഒരു അവസരമൊരുക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ NK പ്രേമചന്ദ്രനും മുകേഷിനുമൊക്കെ എതിരായി ശക്തമായി മത്സരിക്കുവാൻ കഴിയുന്ന കുമ്മനം രാജശേഖരനെ പോലെ അല്ലെങ്കിൽ സന്ദീപ് വചസ്പതിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്തേക്ക് ലഭിക്കാത്തതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു BJP പ്രവർത്തകർക്ക്. എന്നാൽ ഇപ്പോൾ BJP പ്രവർത്തകരുടെ എല്ലാ സങ്കടവും മാറിയിരിക്കുന്നു. കാരണം കൃഷ്ണകുമാറിന്റെ എൻട്രി അതൊരു അസാധ്യ എൻട്രി തന്നെയായി. അത് കൊല്ലത്തെ BJP നേതാക്കന്മാർക്കും അണികൾക്കും നൽകിയിട്ടുള്ള ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അത് മാത്രമല്ല, NK പ്രേമചന്ദ്രന് BJPയുടെ വോട്ടുകൾ മറിയുവാൻ സാധ്യത ഏറെയാണ് എന്ന് ഇടതുപക്ഷക്കാർ നിരവധി തവണ പറഞ്ഞു നടന്നിരുന്നു. അതായത് NK പ്രേമചന്ദ്രൻ എന്ന UDFന്റെ MPക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്ന് നൽകിയതോടുകൂടി അദ്ദേഹത്തിന് ഒരു BJP മുഖം നൽകിയിട്ടുണ്ട്. ആ BJP മുഖത്തിന്റെ പശ്ചാത്തലത്തിൽ NDA മനഃപൂർവ്വമാണ് ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് നിയോഗിക്കാത്തതെന്നും BJPയുടെ വോട്ടുകൾ NK പ്രേമചന്ദ്രനിലേക്ക് മറിയുവാൻ പോകുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളും പ്രചരിച്ചത്. ഈ സാഹചര്യത്തിലാണ് കൃഷ്ണകുമാറിന് മികച്ച ഒരു എൻട്രി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആത്മവിശ്വാസം BJPയിൽ കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. NK പ്രേമചന്ദ്രന് ഒരുപക്ഷെ BJP വോട്ടുകൾ ലഭിക്കുവാൻ സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മറുഭാഗത്ത് കൃഷ്ണകുമാറിന്റെ ഈ വമ്പിച്ച പ്രകടനം BJPയുടെ വോട്ടുകൾ കൃഷ്ണകുമാറിലേക്ക് തന്നെ ഏകീകരിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും തുടർച്ചയായി വിജയിച്ചു വരുന്ന NK പ്രേമചന്ദ്രനും സിനിമാ താരം എന്ന തരത്തിലേക്കുള്ള താരപ്രഭയുള്ള കൊല്ലത്തെ MLA കൂടിയായ മുകേഷിനും ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുവാൻ സാധ്യതകൾ ഏറെയുണ്ട് കൊല്ലത്തെ എന്ന് ബോധ്യമായിട്ടുണ്ട്. കാരണം മൂവരും ഇപ്പോൾ ശക്തരാണ്.
ഒരാൾ സിനിമാ താരവും കൊല്ലത്തെ MLA എന്ന തരത്തിലും ശ്രദ്ധേയനാണ്. മറ്റൊരാൾ നിരന്തരമായി കൊല്ലത്ത് വിജയിച്ചു വന്നുകൊണ്ടേയിരിക്കുന്ന കൊല്ലത്തിന്റെ MP ആയ സ്ഥാനാർത്ഥി. മറ്റൊരാൾ നിലപാടുകൾ കൃത്യമായി പറയുന്ന BJPയുടെ ശക്തനായ ഒരു നേതാവ്, സൗമ്യനായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മൂന്നിടങ്ങളിലേക്കും വോട്ടുകൾ കൃത്യമായി മറിയുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആദ്യഘട്ടത്തിൽ ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യതകളില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു കൊല്ലം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ത്രികോണ മത്സരത്തിന് സാധ്യതകൾ ഏറെയാണ്.